പാചകം ചെയ്യാതെയും അടുക്കളയില്ലാതെയും ഒരു റെസ്റ്റോറന്റ് പ്രവർത്തിപ്പിക്കാം, അതും വിജയകരമായി. അടുക്കളയില്ലാതെ തീയും പുകയുമില്ലാതെ പ്രവർത്തിക്കുന്ന റെസ്റ്റോറന്റിലെ വിശേഷങ്ങൾ അറിയണമെങ്കിൽ തിരുവനന്തപുരം പഴവങ്ങാടിയിലുള്ള പത്തായത്തിന്റെ ഭക്ഷണശാലയിലെത്തണം. സാധാരണ ഭക്ഷണശാലകളിലെ പതിവ് കാഴ്ചകളിൽ നിന്ന് വ്യത്യസ്തമാണ് പത്തായം ഒരുക്കിയിരിക്കുന്ന പ്രകൃതി ഭക്ഷണശാലയിലെ കാഴ്ചകൾ. പ്രഭാത ഭക്ഷണം മുതൽ അത്താഴം വരെയുള്ള വ്യത്യസ്തങ്ങളായ വിഭവങ്ങൾ ഒരുക്കിയാണ് പത്തായം രുചിപ്രിയരെ ക്ഷണിക്കുന്നത്. വീറ്റ് ഗ്രാസ് ജ്യൂസ്. എന്താണ് വീറ്റ് ഗ്രാസ് ജ്യൂസ്? ഇത് ഗോതമ്പ് മുളച്ച് നിൽക്കുന്നതാണ്. ഇത് 8 ദിവസത്തെ പ്രായം. ഇന്ന് ക്യാൻസർ രോഗത്തിന് ഇത്രയും നല്ല മരുന്ന് ഇന്ന് ഭൂമിയിലില്ല. ആസിഡിറ്റി, അൾസർ, ശരീര ക്ഷീണം എല്ലാത്തിനും നല്ല സാധനമാണത്. ഇത് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയ സാധനമാണത്. ഗോതമ്പ് മാർക്കറ്റിൽ നിന്ന് വാങ്ങാം. ഗോതമ്പ് രാവിലെ വെള്ളത്തിലിടുക, വൈകുന്നേരം വെള്ളം ഒഴിച്ച് വയ്ക്കുക, ഒരു തിരെ ടവൽ പൊതിഞ്ഞ് വയ്ക്കുക. പിറ്റേ ദിവസം രാവിലത്തേക്ക് ഗോതമ്പ് മുളച്ചിരിക്കും. ആ മുളച്ച ഗോതമ്പ് വെറുതെ ചാക്കിലോ മണ്ണിലിട്ട് വയ്ക്കുക. അത് ഇതുപോലെ കുറച്ച് കട്ട് ചെയ്യുക, അല്പം തേങ്ങ ചേർക്കാം, അല്പം തേൻ ചേർക്കാം, കുറച്ച് വെള്ളം ഒഴിച്ച് അടിച്ച് മിക്സിലിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ജ്യൂസ് കിട്ടും. രാവിലെ വെറും വയറ്റിൽ ഈ ജ്യൂസ് കുടിക്കുക. 1 മണിക്കൂർ ശേഷം മറ്റു ഭക്ഷണം കഴിക്കാവൂ. അങ്ങനെ ഒരു 4-5 ദിവസം കഴിച്ചാൽ തന്നെ എല്ലാ ക്ഷീണവും മാറും. പ്രകൃതി ഭക്ഷണം ഇഷ്ടപ്പെടുന്നവർക്കും വ്യത്യസ്ത രുചികൾ തേടുന്നവർക്കും പത്തായത്തിലെ രുചിക്കൂട്ടുകൾ നവ്യാനുഭവമേകും. ഈ രാത്രി ഭക്ഷണത്തിൽ എല്ലാ സാധനവും ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ക്യാരറ്റ് ഉണ്ട്, കേബേജ് ഉണ്ട്, പിന്നെ ബീറ്റ്റൂട്ട് ഉണ്ട്, ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്, അതിൽ മുതിര മുളപ്പിച്ചത്, എള്ള് മുളപ്പിച്ചത്, ഗോതമ്പ് മുളപ്പിച്ചത്, കപ്പലണ്ടി, അത്തിപ്പഴം, ഉണക്കമുന്തിരി, കപ്പലണ്ടി, കശുവണ്ടി പരിപ്പ്, മാങ്ങ, ഈത്തപ്പഴം, പേരയ്ക്ക, തണ്ണിമത്തൻ, ഉറുമാമ്പഴം എല്ലാം കൂടി ചേർന്നൊരു ഭക്ഷണമാണത്. അപ്പോൾ ഈ ഒരു നേരത്തെ ഭക്ഷണത്തിനേ ആവശ്യമുള്ളൂ. പ്രകൃതിദത്തമായ രീതിയിൽ അനായാസമായി ആസ്വാദ്യകരമായ രുചിക്കൂട്ടുകളിൽ ഭക്ഷണം എങ്ങനെ തയ്യാറാക്കാം എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് പത്തായത്തിലെ വിശേഷ വിഭവങ്ങൾ. ഇതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ലഞ്ചാണ്. ഏറ്റവും കൂടുതൽ കലോറി കൂടുതൽ കിട്ടുന്ന ഒരു ഭക്ഷണമാണത്. മുഴുവൻ സ്റ്റാർച്ചാണ് ഇതിൽ. ഗോതമ്പ് മുളപ്പിച്ചത്, ചെറുപയർ മുളപ്പിച്ചത്, കപ്പലണ്ടി മുളപ്പിച്ചത്, മുതിര മുളപ്പിച്ചത്, എള്ള് മുളപ്പിച്ചത്, മുത്താറി മുളപ്പിച്ചത്, ഇതെല്ലാം കൂടി മുളപ്പിച്ച് അല്പം തേങ്ങ ചേർത്ത് അല്പം ലെമൺ ജ്യൂസ് ഒഴിച്ചാൽ നമുക്ക് നല്ലൊരു ഭക്ഷണമായി. ഇതൊരു ദിവസം ഒരു നേരത്തെ ഭക്ഷണം ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസത്തേക്ക് വേണ്ട കലോറിയുള്ള ഭക്ഷണമായി. ആരോഗ്യകരമായ ഭക്ഷണം പ്രകൃതിദത്ത രീതിയിൽ കൃത്രിമ രുചിക്കൂട്ടുകളില്ലാതെ എന്നതാണ് പത്തായം പകർന്നു നൽകുന്ന ഭക്ഷണശീലം. ഇതിൽ തേങ്ങാപ്പാലും തേനും വീറ്റ് ഗ്രാസും. ഇത് വെറും തേങ്ങാപ്പാലും തേനും പപ്പായും. ഇത് ബീറ്റ്റൂട്ടും നാളികേരം തേനും. ഇത് കസകസ ജ്യൂസ്.
ഇത് വേനൽക്കാലത്തിൽ ഏറ്റവും നല്ല ജ്യൂസാണ് കസകസ ജ്യൂസ്. ഇത് വിത്ത് കോക്കനട്ട് മിൽക്ക് ഹണി. അപ്പോൾ ഈ ജ്യൂസുകളൊന്നും കഴിക്കുമ്പോൾ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ വീട്ടിൽ ജ്യൂസ് കുടിക്കുമ്പോൾ തന്നെ എപ്പോഴും നിങ്ങൾ അല്പം തേങ്ങ ചേർത്ത് അരയ്ക്കുക. അടിച്ചതിന് ശേഷത്തിൽ അല്പം തേൻ ചേർക്കുക. അല്ല പഞ്ചസാരയോ പാലോ ഐസോ ചേർത്ത് ജ്യൂസ് കുടിക്കരുത്.